കേരള ഗസ്റ്റ് ഓഫീസേഴ്സ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 29-30 തീയതികളിലായി നടക്കുന്ന പഠന ക്യാമ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഒരു ജനപക്ഷ സിവിൽ സർവീസിനെക്കുറിച്ച് പുതിയ പ്രവർത്തകർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള 2 ദിവസത്തെ പഠന ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ആദ്യ ചടങ്ങായ പതാക ഉയർത്തൽ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഗസ്റ്റ് ഓഫീസേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ഹരികുമാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. എന്താണ് നമ്മുടെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചും എല്ലാം നമ്മളിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എം പി നമുക്ക് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മുടെ ഉദ്ഘാടന സെഷനിൽ കൈകാര്യം ചെയ്യും. KGF-ന്റെ പുതുതലമുറയെ രൂപപ്പെടുത്തുന്നതിനും സംഘടന ലക്ഷ്യങ്ങളും നമ്മുടേതായ രൂപീകരണ കാലം തൊട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നമ്മളെല്ലാ വർഷവും ഇത്തരം പഠന ക്യാമ്പുകൾ നടത്തുന്നത്. ഈ പഠന ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത തലമുറ നേതാക്കളെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം. കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, പല സംഘടനകളും നമ്മൾ എങ്ങനെ ഒതുക്കാമെന്ന് നോക്കിയിരുന്ന രീതിയിൽ പല നടപടികളും ചെയ്തെങ്കിലും ഒരു രക്ഷയുമില്ല. പലതരത്തിലുള്ള കൂട്ടുകെട്ട് നടത്തിയെങ്കിലും നമ്മുടെ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനയുടെ ചരിത്രവും അതോടൊപ്പം തന്നെ സംഘടന ചിട്ടപ്പെടുത്തലും മായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ ചർച്ച നയിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കെ ബിജിക്കുട്ടിയാണ്. സർവീസ് സംഘടനാ ചരിത്രവും സംഘടന ചിട്ടപ്പെടുത്തലും എന്ന 2 ഭാഗമായിട്ടാണ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. സംഘടനയുടെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് ഏതാണ്ട് 28 വർഷം. 1996 നമ്മുടെ ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എന്ന നിലയിൽ നമ്മുടെ സംഘടന രൂപവൽക്കരിക്കുന്നത്. KGF-ന്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ടതായ നിരവധി സംഭവങ്ങളൊന്നും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. പ്രധാനമായിട്ടും നമ്മൾ നടത്തിയിട്ടുള്ള നിരവധി ക്യാമ്പയിനുകൾ, പിന്നെ നമ്മുടെ രജത ജൂബിലി, അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് മിക്കവാറും ഈ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതിനെപ്പറ്റി നല്ല ഒരു അവബോധമുണ്ട് താനും. സഖാവ് CH മേനോൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ക്രാന്തദർശിയായ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹമാണ് കേരളത്തിലെ ജീവനക്കാർക്ക് എക്കാലവും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ജീവനക്കാരുടെ എല്ലാം ആവേശമായി മാറിയിരിക്കുന്ന 5 വർഷ ശമ്പള പരിഷ്കരണ തത്വം എന്ന് പറയുന്നത് 1973 മന്ത്രിസഭാ ഉപസമിതി 4 റൗണ്ട് ചർച്ചയിലൂടെ അന്ന് ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നൽകിക്കൊണ്ട് സഖാവ് CH മേനോനാണ് നമുക്ക് കൊണ്ടുവരുന്നത്. 29 ഇന്നും നാളെയുമായിട്ട് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് എന്നുള്ള രീതിയിൽ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഷെഡ്യൂൾ ചെയ്തതിനനുസരിച്ച് കുറച്ച് നേരത്തെ നടക്കേണ്ടതായിരുന്നു. എന്തുതന്നെയായാലും നമ്മുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്ന സഖാവ് P. സന്തോഷ് കുമാർ MP അദ്ദേഹത്തിന് അവിചാരിതമായ ചില കാരണങ്ങളാൽ എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് പകരമല്ലെങ്കിൽ കൂടി സഖാവ് PP സുനീർ നമ്മുടെ ചുമതല വഹിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുമാനായ
സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി കൂടിയായ സഖാവ് നമ്മുടെ ഒരു അപേക്ഷ പരിഗണിച്ചുകൊണ്ട് നിരവധിയായ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട പണം അവരുടെ അക്കൗണ്ട് തന്നെ മരവിപ്പിച്ചുകൊണ്ട് തീർത്തും അവരെ ദുർബലമാക്കുന്ന രീതിയിൽ സാമ്പത്തികമായി ഉപരോധിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ BJP രാജ്യത്ത് നടത്തിയത്. ആ പണം തന്നെയാണ് ഈ വലിയ തോതിൽ അവർ ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കെങ്കിലും ഒരു മുന്നണി ഗവൺമെൻറ്റെങ്കിലും നേതൃത്വം കൊടുക്കാനുള്ള ഒരു അവസരം BJPക്ക് കൊടുത്തത് അവർ പണത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. പണം കൊണ്ട് വിലക്ക് വാങ്ങാൻ കഴിയാത്ത ഒന്നുമില്ല രാജ്യത്ത് എന്നാണ് BJP തെളിയിക്കാൻ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ വാർത്താമാധ്യമങ്ങളെക്കുറിച്ച് ഏതാണ്ട് 5-6 മാസം മുമ്പ് ദേശീയാടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നടന്നൊരു ചർച്ചയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരായ പത്രങ്ങളുള്ളത്, മാധ്യമങ്ങളുള്ളത് ഇന്ത്യയിലാണ് എന്നാണ് അവർ വിലയിരുത്തിയത്. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തിയതിൽ ഐക്യരാഷ്ട്രസഭ തന്നെ അതിനൊരു ഏജൻസി നടത്തിയ പഠനത്തിൽ ഔദ്യോഗികമായി തന്നെ അവർ പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരുള്ള മാധ്യമരംഗം ഇന്ത്യൻ മാധ്യമരംഗമാണ് എന്ന് ഔദ്യോഗികമായി ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും അഭിപ്രായമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഗവൺമെൻറ്റിന് എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. നരേന്ദ്രമോദി ഈ നേതാക്കന്മാരൊക്കെ പിടിച്ചു തൊട്ടടുത്ത് ഇരുത്തുണ്ടെങ്കിലും, ഇപ്പോൾ നിതീഷ് കുമാർ ആണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഇവരൊക്കെ കഴിഞ്ഞകാല നിലപാടുകൾ എന്താണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള ആളുകളാണ്. അവരവിടെ ആ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന നയങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയങ്ങളും രണ്ടാണ്. എവിടെയെങ്കിലും വെച്ച് ഇത് തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത്ഭുതകരമെന്ന് നമ്മൾ ഒരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്ന ആ മാറ്റം ഇപ്പോൾ ഏതാണ്ട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് വിഷയങ്ങൾ സാമ്പത്തിക നയങ്ങളിലാണെങ്കിലും മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സംവരണം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ ഈ ഭരണമുന്നണിയിലുള്ള പാർട്ടികൾ വ്യത്യസ്തങ്ങളായ നിലപാടുകളുള്ള അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ നയങ്ങൾ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടുകക്ഷി മുന്നണിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വൈരുദ്ധ്യം എപ്പോഴും അത് പുറത്തേക്ക് വരാവുന്ന രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്.